ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് സത്യാണെന്ന്. തൃപ്തിയായല്ലോ. അവളുടെ വാഗുണ്ട് തന്നെ അത് കേട്ടല്ലോ. പെണ്ണിനെ പെണ്ണായിട്ട് തന്നെ പോറ്റിയിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടായില്ലായിരുന്നു. മൂന്നിൽ ഇതിലായിരുന്നു ഒരു പ്രതീക്ഷ, അതും പോയി. ഒക്കെ ഞാൻ അറിഞ്ഞു. കാമുകനെ കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ചു. ഗ്രേറ്റ് ഗ്രാൻഡ് ഫാ, ഒന്നും പേടിക്കാനില്ല. ഓ, അപ്പൊ കല്യാണാലോചന കഴിഞ്ഞു. ഈ പ്രേമം കുട്ടികൾ അകത്തോട്ട് പൊക്കോളൂ. മടി. സാറേ, ഈ പ്രേമം റബ്ബർ പന്ത് പോലെയാണ്. എതിർക്കും തോറും പൂർവാധികം ശക്തിയിൽ തിരിച്ചടിക്കും. സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഈ പ്രായത്തിന്റെ ചാബല്യത്തിൽ അവർ അരുതാത്തത് വല്ലതും ചെയ്താലേ അമ്പാട്ടുകാരുമായിട്ട് ഉറപ്പിച്ച കല്യാണം മുടങ്ങും. ഇനി നാട്ടുകാരെ അറിയിച്ച് നാറ്റിക്കാത്ത നയപരമായി കൈകാര്യം ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പേടിക്കണ്ട, എല്ലാം മംഗളമായി ഗണപതി ഡീൽ ചെയ്തോളാം. പാൽക്കാരൻ എന്നൊരു കുറവേ അവനുള്ളൂ. തൊഴിൽ നോക്കി നമ്മൾ ആരെയും നിസ്സാരനായിട്ട് കാണരുത്. ഉദാഹരണത്തിന് ഞാൻ സമൂഹത്തിൽ എന്റെ സ്ഥാനം, എന്റെ സ്വാധീനം, എന്റെ വരുമാനം. ഗീതൂട്ടി എവിടെ? ബാങ്കിൽ നിന്ന് വന്നിട്ടില്ല. അവളുടെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. മൂത്തതിനെ നിർത്തിയിട്ട് വേണ്ട, നിർത്തണ്ട. നമുക്ക് അതും കൂടി ഈ കൂട്ടത്തിൽ നടത്തിക്കളെ. അപ്പൊ ചെറുക്കൻ ആരാന്ന് വെച്ചാ പറയൂ ഗണപതി. അതൊക്കെ പിന്നെ പറയാം. ആദ്യം ഇത് സെറ്റിൽ ആവട്ടെ. അല്ല, അറിയാൻ പാടില്ലെന്ന് ചോദിക്കാം. താൻ ഇവിടുത്തെ തറവാട്ട് കാരണവരോ അല്ല കല്യാണ ബ്രോക്കറോ? താൻ എപ്പോ വന്നു? ഞാൻ 1/1/71 വന്നു. ഓഹോ, പണ്ട് മഹാരാജാക്കന്മാർ അന്തഃപുരത്തിലെ സ്ത്രീകൾക്ക് കാവലായി ചില പ്രത്യേക വർഗക്കാരെ നിയമിച്ചിരുന്നു. ആണും പെണ്ണും കെട്ട നപുംസകങ്ങളെ. ഇവിടത്തെ സേവനം തൽക്കാലം മതിയാക്കി ശിഖണ്ഡിക്ക് പോകാം. എത്രയും അടുത്ത മുഹൂർത്തത്തിൽ നമുക്കിത് നടത്തണം. അവര് പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമ്മളായിട്ട് തടസ്സം നിന്നിട്ട് എന്താ കാര്യം? കുടുംബക്കാർ വന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. മതി മതി, എന്നിട്ട് തീരുമാനിച്ചാ മതി. ഭാനുമതി, ഗണപതിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കും, കഴിക്കാനും എന്തെങ്കിലും വേണം. ആയിക്കോട്ടെ. അവളെവിടെ? രാധു. രാധു മോളെ, ഗണപതിക്ക് കുറച്ച് അവലും ചരക്കിനും ഉരുട്ടി തരും. അത് പോയി വിഴുങ്ങ്. ആ മൂക്കും കൂടി ഇങ്ങോട്ട് നീണ്ടാൽ സാക്ഷാൽ ഗണപതി. കുടുംബക്കാരെ പുറത്തും കുതിരക്കാരനകത്തായി. ഇനി 2 എണ്ണം ബാക്കിയുണ്ട്. ഒന്നിനാണെങ്കിൽ മൂപ്പ് പോരാ. മൂത്തേനെങ്കിലും തട്ടിയെടുത്ത പറ്റൂ. കൽക്കി അവതാരത്തിന് സമയമായി. എന്തൊരു പ്രശ്നം! മുഖത്ത് കണ്ടത് മനസ്സിൽ കൊണ്ടു, മനസ്സിൽ കൊണ്ടത് മംഗല്യ ഭാഗ്യമാവട്ടെ എന്ന് ഗീതൂട്ടിയുടെ ഗണപതിയേട്ടൻ. ഇനി ഇത് അവളുടെ കിടപ്പുമുറി നിക്ഷേപിക്കണം. എനിക്ക് വേണ്ടി ഇനി അവൾ വേണം പോരാടാൻ. സക്സസ്, ഗ്രാൻഡ് സക്സസ്. ദൈവം തുണച്ചു. ഞാനാകെ ടെൻഷനിലായിരുന്നു. ഒന്ന് പ്രാർത്ഥിച്ചോ. ഈശ്വര, കല്യാണം ഉറപ്പിക്കാൻ ഇനി കുടുംബക്കാരുമായിട്ട് അങ്ങോട്ട് ചെന്നാ മതി. അല്ല ഗണപതിച്ചേട്ടാ, ഇത്തരം കാര്യങ്ങൾക്ക് കുടുംബക്കാരെ ബുദ്ധിമുട്ടിക്കണോ? ഇത്തരം കാര്യങ്ങൾക്ക് കുടുംബക്കാർ തന്നെയാണല്ലോ ബുദ്ധിമുട്ടേണ്ടത്. ഇത് പാൽ കച്ചവടം അല്ല. ശരിയാണ്, പക്ഷേ ഈ എന്താ കുടുംബക്കാരില്ലേ? കുടുംബക്കാരില്ലേന്ന് ചോദിച്ചാ അങ്ങനെ പ്രത്യേകിച്ചൊരു കുടുംബക്കാരില്ല. ചേട്ടാ, ഗണപതിച്ചേട്ടാ, ലോകമാവുന്ന തറവാട്ടിൽ നമ്മളൊക്കെ വെറും അന്തേവാസികളല്ലേ ഗണപതിച്ചേട്ടാ? ഇന്നലെ കണ്ടവനെ ഇന്ന് കാണുന്നില്ല, ഇന്ന് കണ്ടവനെ നാളെ കാണുന്നില്ല, നാളെ കണ്ടവനെ മറ്റന്നാൾ കാണുന്നില്ല, മറ്റന്നാൾ കണ്ടവനെ നാലാം നാൾ കാണുന്നു. അത്രയ്ക്കങ്ങ് പോണ്ട. കടപൂട്ട്. കടപൂട്ടാൻ അപ്പൊ അച്ഛനില്ലേ? ഉണ്ട്. ഞാൻ 2ാം കെട്ടിലെ മോനാ. അമ്മയോ? അച്ഛൻ 3ാമതൊന്നുകൂടി കെട്ടിയപ്പോ അമ്മ കെട്ടി തൂങ്ങി ചത്തു. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കായി. അപ്പൊ നിന്റെ അച്ഛൻ്റെ ഒരു വിത്തുകാളയായിരുന്നല്ലേ? വെറുതെ അല്ല മോനൊരു പാൽ കച്ചവടക്കാരനായത്. വലിയൊരു തറവാട്ടിലെ പെണ്ണിനെ പ്രേമിക്കുമ്പം അവൾക്ക് കച്ചിത്തുണ്ട് കാലത്തിന്റെ കൊടുത്ത് തൊഴുത്തി കട്ടി പോറ്റാമെന്ന് കരുതിയോ നീ? മുഖത്ത് ചാണാൻ വഴികളായി ഞാൻ. എന്നെ മെഴുകരുത്, എനിക്ക് അവളെ വേണം. കാല് പിടിക്കാം. എഴുന്നേക്ക്, എഴുന്നേക്ക്. എന്തായാലും കുളിച്ചു, ഇനി നനഞ്ഞു കയറാം. 1000 കള്ളം പറഞ്ഞു ഒരു കല്യാണം നടത്താവുന്ന. ഏതായാലും ഒരു തറയുടെ കല്യാണത്തിന് ഒരു തറ പരിപാടി തന്നെ ആസൂത്രണം ചെയ്യാം. ഇത് എന്റെയും കൂടെ ആവശ്യമായി പോയില്ലേ? രാവിലെ ചേട്ടന് തന്നെ പറഞ്ഞിട്ടല്ലോ. അത് നീ ശ്രദ്ധിച്ചോ? അതെന്താ? അത് താനെ അറിയും. സാമ്പത്തിക സഹായാവും. അല്ലല്ല, ചേട്ടന്റെ കിഡ്നി വീക്കാണോ? എന്താ
എന്റെ മുഖം കണ്ടപ്പോ അങ്ങനെ തോന്നിയോ? അല്ല, സഹായം കിഡ്നി രൂപത്തിൽ മറ്റാണോ പ്രതീക്ഷിക്കുന്ന സംശയം? അങ്ങനെയാണെങ്കിൽ അത് നീ എനിക്ക് തരില്ലേ നീയാ? തരാം. ഹലോ, ആളല്ല. ഇല്ലേ? പിന്നെ കാല് കാത്തിരണ. നിങ്ങൾ ഓരോരുത്തർക്കുള്ള ഫീസ് ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട്. പറഞ്ഞതുപോലെ പാതി എടുത്തിട്ട് പാതി എനിക്ക് തരണം. തനിക്ക് 10,000 രൂപ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആ. അതായത് അതിന്റെ 5,000 രൂപ ആശാൻ. അല്ല, 50 രൂപ എടുത്തിട്ട് ബാക്കി 9,950 രൂപ എനിക്ക് തരണം. എന്റെ പൊന്നാശനെ മുനിസിപ്പാലിറ്റി ഒരു ലീവ് എടുത്തിട്ടാണ് ഈ വേഷം കെട്ടൊക്കെ കേട്ടത്. ലീവോ? അതെ. മുനിസിപ്പൽ ഡിപ്പാർട്ട്മെന്റ് തനിക്ക് ഉണ്ടോടോ അങ്ങനെ ഒരു സംഭവം? വെയിറ്റ് ചെയ്യണേ. പുറപ്പെടുന്നതിന് മുമ്പ് എല്ലാരും കാശ് മേടിച്ചോണേ. സോറി 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 സ്വല്പം വൈകി. കാലത്ത് തന്നെ 2 ചാവടിയന്ത്രത്തിന് ഒരു 600 ലിറ്റർ പാൽ കൊടുക്കാണ്ടായിരുന്നു. ഒരു മംഗളകാര്യത്തിന് പുറപ്പെടുമ്പോഴാണോ തന്റെ ചാവടിയന്ത്രം? സാമ്പത്തികം ഉണ്ടെങ്കിലല്ലേ ദാമ്പത്യം ഭദ്രാവുള്ളൂ എന്റെ കൺപച്ചേട്ടാ. എങ്കിൽ ഇവരുടെ സാമ്പത്തികം താൻ ആദ്യം ഭദ്രമാക്ക്. ഇത് തന്റെ ചിറ്റപ്പൻ. നമസ്കാരം. ഇത് 2 അമ്മാവന്മാര്. ആയിക്കോട്ടെ. അത് അമ്മായി. ഇത് അമ്മ. അയ്യേ, ഇതാണ് എന്റെ അമ്മ. എന്താ? ഒരു ഐശ്വര്യമുള്ള ഒരു അമ്മ കിട്ടില്ലേ കൺപച്ചേട്ടാ? ആ തള്ളയുടെ മുഖത്ത് നോക്കിയേ, ഒരുമാതിരി ഐശ്വര്യമില്ലാത്ത ഒരു ദാരിദ്ര്യം പിടിച്ച് ലുക്ക് അത് ശരിയല്ല. നീ ആര് തമ്പുരാൻ കുട്ടിയോ? ആ മോന്തയ്ക്ക് ഇതൊക്കെ മതിയടാ. അവന്റെ ഒരു സൗന്ദര്യബോധം. ഞാൻ എലിസബത്ത് രാജ്ഞിയെ ഫോൺ വിളിച്ച് ചോദിച്ചു, 5,000 രൂപയ്ക്ക് നിന്റെ തള്ളയാ അവർ വരൂല്ലെന്ന്. അയ്യോ, എടാ ചെക്കാ, നീ ആരാന്നാ നിന്റെ വിചാരം? അവന്റെ ഒരു നോട്ടം കണ്ടില്ലേ? ഒരുമാതിരി കുട്ടിത്താളാന്തിനെ പോലെ. ഐശ്വര്യമില്ലാത്രേ അവന്റെ അമ്മ. കൂടുതൽ ഉക്ലേശം കാണിക്കല്ലേ? ക്ഷമിക്കേ. സ്വന്തമായിട്ടൊരു തൊഴുത്തു പോലും ഇല്ലാത്തൊരു കാളക്കുട്ടിയല്ലേ നീ? കൂടെ വരുന്ന പശുക്കളുടെ ചാണകമൂത്രം നീ എന്തിനാ നോക്കണേ? പിന്നെ മര്യാദക്ക് ക്യാഷ് കൊടുത്ത് സെറ്റില് രാഹുലത്ത് പരിപാടി തുടങ്ങാനുള്ളതാ. എന്നാലും കൺപച്ചേട്ടാ അഡ്ജസ്റ്റ് ചെയ്യടേ. പിന്നെ ആളാകാതെ. പാല് വിറ്റ് കാശുള്ളോണ്ടായില്ല, പെരുമാറാനും പഠിക്കണം. ക്ഷമിക്കണം അമ്മേ. പശുക്കൾ പല നിറം, പാൽ ഒരു നിറം എന്നാണല്ലോ ഗുൽബർ യാദവ് പറഞ്ഞിരിക്കുന്നത്. ഈ അവിഞ്ഞ തള്ള. ചിറ്റപ്പന്റെ പേര് പറഞ്ഞില്ല. ഞാൻ പത്രോസ്. പത്രോസ്. പത്രാധിപരെന്ന് പറയായിരുന്നു. ജോലിയല്ല, പേരാ ചോദിച്ചത്. അത് പിന്നെ പത്രത്തിലായതുകൊണ്ട് തട്ട് കിട്ടുമെന്ന് ഭയന്ന് പല പേരുകളിലാണ് എഴുതുന്നത്. യഥാർത്ഥത്തിലുള്ള പേര് കൊരട്ടിയിൽ ഗോപാലകൃഷ്ണൻ നായർ. അതെ, കൊരട്ടിയിൽ ഗോപാലകൃഷ്ണൻ നായർ. അച്ഛൻ എന്താ പറഞ്ഞത്? അച്ഛനും മകനും തമ്മിൽ കണ്ടിട്ട് 10 വർഷത്തിലേറെയായി. 10 വർഷം? അതെ, വലിയൊരു പാൽ വ്യവസായിയായ പങ്കുണ്ണി നായരായിരുന്നു ഇവന്റെ അച്ഛൻ. അറുത്ത കൈക്ക് ഉപ്പ് കഴിക്കാത്ത ലുബ്ധനോട് ഇവൻ SSLC പാസ്സായ ഉടനെ സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി കുറച്ച് കാശ് ചോദിച്ചു. അയാൾ കൊടുത്തില്ല. അന്ന് നൈറ്റിൽ തൊഴുത്തി കയറി ഒരു ജേഴ്സി പശുവിനെ അടിച്ചുകൊണ്ട് പോന്നു. പിന്നെ അങ്ങോട്ട് കയറിയിട്ടേ ഇല്ല. ഇന്ന് ലക്ഷപ്രഭുവായ പാൽ കച്ചവടക്കാരനാണ് ജഡ്ജ് നൈറ്റ് രാജീവ്. എന്നാലും കല്യാണം എന്നൊക്കെ പറയുമ്പോ അച്ഛന്റെ അനുഗ്രഹവും സഹകരണവും ഒക്കെ വേണ്ടേ? അല്ല, പ്രത്യക്ഷത്തിലല്ലെങ്കിലും അച്ഛന്റെ അറിവോടെ തന്നെയാണ് അമ്മ വന്നത്. പിന്നെ കുടുംബക്കാരായിട്ട് ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. എത്രയും പെട്ടെന്ന് നമുക്ക് ഇതങ്ങ് നടത്തണം. സദ്യവട്ടം ഗംഭീരമായിരിക്കണം. 4 കൂട്ടം പ്രസവരെങ്കിലും വേണം. ഉണ്ടാവും. മൂത്തവരുടെ നിശ്ചയം കഴിഞ്ഞിട്ടേ പറ്റൂ. അല്ല, മൂത്തവളുടെ കാര്യം ഒന്നും ഇപ്പൊ തന്നെ തീരുമാനിക്കാം. ഞാൻ എവരെ ഒന്ന് യാത്രയാക്കിയിട്ട് വരട്ടെ. പുറപ്പെടാം. അവരെ ഹാപ്പി ആയിട്ട് യാത്രയാക്കി. ഇനി ഗീതുമോളുടെ കാര്യം കൂടി നമുക്കങ്ങ് തീരുമാനിക്കണം. എന്താ? പിന്നെ ഇനി ഇത് ഉടനെ വേണം. ഇന്നലെയാണ് മോള് ഞങ്ങളോടെല്ലാം പറഞ്ഞത്. ഒരു ഷോക്ക് അടിച്ച പോലെ തോന്നിയല്ലേ? ഒരിക്കലും ഇല്ല. പഴയ കാലം അല്ലല്ലോ. വിവാഹം എന്നൊക്കെ പറയുമ്പോ മക്കളുടെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കേണ്ടത്. അമ്പടി കള്ളി, എന്നെക്കാൾ ഒരു മുഴ മുന്നിലെറിഞ്ഞു. എനിക്ക് വിശ്വാസമുണ്ട്, ഈ അച്ഛനും അമ്മയ്ക്കും അനിഷ്ടമായതൊന്നും എന്റെ മക്കൾ ആഗ്രഹിക്കില്ലെന്ന്. അതുകൊണ്ട് ഇഷ്ടാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങളും അങ്ങ് സമ്മതിച്ചു. ചെക്കന്റെ ഫോട്ടോ കയ്യിലുണ്ട് അത്രേ. സുന്ദരനാ. മോളെ, ഫോട്ടോ ഗണപതിയെ കാണിക്കും. എന്റെ ഫോട്ടോ എന്നെ തന്നെ കാണിച്ച് പരീക്ഷിക്കണോ അമ്മയ്യച്ച? ഇതാ. കഥകളൊക്കെ കേട്ടപ്പോ സഹതാപം തോന്നി. മുനിസിപ്പൽ ഓഫീസിൽ ഉയർന്ന ഉദ്യോഗം, പക്ഷെ ആരുമില്ല. അന്യം നിന്ന തറവാട്ടിലെ ഏക സന്തതി. ഓലോത്തെ കുട്ടിയാത്രേ. ഓലോത്തല്ല, കൊട്ടാരത്തിലെ കുട്ടിയാണെന്ന് പറയായിരുന്നു. ഗണപതിക്ക് അറിയോ ഇയാളെ? ഈ ലോകത്ത് എനിക്ക് അവനെ മാത്രമേ അറിയാവൂ. എങ്കിൽ സൗകര്യായി. എനിക്ക് സൗകര്യമായി. ഇപ്പൊ തന്നെ ഇവനെ കയ്യോടെ പിടിച്ചോണ്ട് വരാം. എന്നിട്ട് ഭാവി കാര്യങ്ങള് നമുക്ക് കൂട്ടായി തീരുമാനിക്കാം.
ഇത് എങ്ങോട്ടാ എന്നെ പിടിച്ചു വലിക്കൊണ്ട് പോകുന്നത്? ഇങ്ങോട്ട് വാടാ. കിളവച്ചേട്ടാ, കാര്യം എന്താന്ന് വെച്ചാ പറ. ഗണപതിച്ചേട്ടാ എന്താ കാര്യം? ഇവനെ ഇപ്പൊ കല്യാണം കഴിപ്പിക്കാൻ പോവാ. അയ്യേ ഈ കോലത്തിലാ. ആ കോലോത്ത കുട്ടി ഈ കൊല്ലത്ത് കെട്ടിയാ മതി. ആണോ ഉണ്ടോടാ നിനക്ക്? അയ്യാ തമ്പുരാൻ കുട്ടിയല്ലേ, നാളെ രാജ്യം ഭരിക്കാൻ പോകുന്ന ക്ഷത്രിയൻ. വാടാ എന്റെ പള്ളിക്കെട്ട് തരാം. നില്ല്, 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 നില്ല്. എന്റെ കൈ ഒഴിഞ്ഞ് ഒന്ന് കൊടുത്തോട്ടെ. അതിനുശേഷം മതി പള്ളിക്കെട്ട്. അതായത് ആ. ഗണപതിച്ചേട്ടാ ആക്ച്വലി എന്താ ഉണ്ടായത്? എടാ ഈ തെണ്ടി എന്നെ ആപ്പ് കയറ്റി. ആ യവൻ. ആഹാ. ദാ, ഇങ്ങോട്ട് വാടാ. എഴുന്നേരടാ അവിടുന്ന്. ഇല്ല, ഞാൻ വരില്ല. എനിക്കറിയാം എവിടേക്കാ കൊണ്ടുപോകുന്നത്. ആഹാ അപ്പൊ നിനക്ക് അറിയാം. മര്യാദക്ക് എന്നോടൊപ്പം വന്നില്ലേ നിന്നെയും പീസാക്കൂടാ. ഇങ്ങോട്ട് വാടാ. എന്റെ തലയിൽ കയറിയിരുന്ന് എന്റെ കണ്ണിന് എന്നെ മുളകുടച്ച് തേച്ചല്ലടാ നന്ദി കേട്ടവനെ. നന്ദിയേട് കാണിച്ചതല്ല ഗണപതി ചേട്ടാ. പോയാലൊരു വാക്ക്, കിട്ടിയാലൊരാനാന്ന് കരുതി ഒന്ന് ഇടിച്ചു കയറി നോക്കിയതാ. ആ ജാരസന്തതി, തോട്ടി വാങ്ങാൻ ഗതിയില്ലാത്തവൻ ആനയെ വാങ്ങാൻ മോഹിക്കരുത്. തന്തയില്ലാത്തവൻ. അപ്പൊ നീ എന്നോടൊപ്പം വരില്ല? വരില്ല. ഉറപ്പാണോ? ഉറപ്പ്. എങ്കിൽ ഈ കൊലച്ചതയ്ക്ക് ഞാൻ കോക്കയിലടിച്ച് തിരിച്ചെത്തും. രാത്രി കൃത്യം 8 മണിക്ക്. അതിനു മുമ്പ് നീ ഈ സ്ഥലം വിട്ടിരിക്കണം. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഈ നാട്ടിൽ നിന്നും. ഇല്ലെങ്കിൽ ഈ ഗണപതി ആരാണെന്ന് നീ അറിയണം. അറിയാതിരിക്കുന്നു ഒരു പെൺ ബ്രോക്കർ. ബ്രോക്കർ നിന്റെ തന്ത. നിന്നെ ഇവിടെ കണ്ടുപോകരുത്. ഇതൊരു സാമ്പിൾ മാത്രം. സമ്പൂർണ്ണ വിവാഹോ നഹി ഞാൻ മറ്റേ കൊന്നുകളയ എഴുന്നേക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേക്കാം. തല്ലാൻ ഞാനാണ് ആജ്ഞാപിച്ചത്. ഞാൻ ആരാണെന്നറിയുമോ? തല്ല് കോൺട്രാക്ടറാണോ? അല്ല, മണ്ണൂര് മാധവമേനോൻ, സതീന്ദ്രന്റെ അച്ഛൻ. സതീന്ദ്രന്റെ അച്ഛനോ? അതെ. ഒരു ദുർബല നിമിഷത്തിൽ അടുക്കളക്കാരിയോട് എനിക്ക് തോന്നിയ ഒരു മമത, അതാണ് സതീന്ദ്രൻ. വണ്ടർഫുൾ. വെളിച്ചത്ത് എനിക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല. അതാണ് എന്റെ ദുർവിധി. മാലക്കണ്ണാണോ? മാലയുമല്ല, കമ്മലുമല്ല. പോലീസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പിടികിട്ടാ പുള്ളി. 4 പേരെ കൊന്ന കൊലയാളി. എന്റെ ജീവിതം എന്നും ഒളിവിലാണ്. ഇന്നലെ അവൻ എന്നെ വന്ന് കണ്ടു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്തിനാണച്ചാ എന്നെ ജനിപ്പിച്ചതെന്ന്. എന്റെ മോന്റെ മുന്നിൽ തല കുനിച്ചു നിന്നല്ലാതെ ഒരക്ഷരം ഉരിയാടാൻ എനിക്ക് കഴിഞ്ഞില്ല. അവനെ പോലെ തന്നെ മുടന്തനായ മറ്റൊരു ജാരസന്തതി കൂടി എനിക്കുണ്ട്. ആ ഞൊണ്ടിയെ ഞാൻ കണ്ടു. ഞാൻ അവനെ കണ്ടിട്ടേയില്ല. പിന്നെ മുടം തൊണ്ടെന്ന് പറഞ്ഞതോ? അവന്റെ തള്ള പറഞ്ഞു. ആഹാ. അവളും മുടന്തിയ. അയ്യോ. മുടന്തിയോട് എനിക്ക് തോന്നിയ ഒരു മമത, അതാണ് യതീന്ദ്രൻ. അതും വണ്ടർഫുൾ. 2 ജാരസന്തതികളിൽ എന്തുകൊണ്ടും യോഗ്യനാണ് എന്റെ സതീന്ദ്രൻ. അവന്റെ മനസ്സൊന്നു നൊന്താൽ, നോവില്ല. ഒരിറ്റ് കണ്ണുനീര് വീണാൽ, വീഴില്ല. വീഴില്ല. ശരി, ഒരു പ്രധാന കാര്യം കൂടി. ഈ നാട്ടിലെ നമ്പർ 1 ബ്രോക്കറാണല്ലോ താൻ. ബ്രോക്കറോ? ബ്രോക്കറാണ്. അവനൊരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ അവരുടെ കല്യാണം താൻ നടത്തി കൊടുക്കണം. എന്താ? അത് വേണോ? വേണം. ഇല്ലെങ്കിൽ തന്റെ വലത് കൈയും ഇടത് കാലും ഈ ശരീരത്തിൽ ഉണ്ടാവില്ല. ദൂരങ്ങൾ താണ്ടിയ സൗഹൃദം ചെയ്യുന്നതേ ഈ മണ്ണൂര് മാധവമേനോൻ പറയാറുള്ളൂ, പറയുന്നതേ ചെയ്യാറുള്ളൂ. മൈൻഡ് ഇറ്റ്. Come on. എവിടെ നടന്നത്? എത്ര? സാറിന്ന് ഒരുപാട് കുടിച്ചല്ലേ? ഞാൻ വീണ്ടും അടിച്ചടാ. എല്ലാ സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി. സതീന്ദ്ര, സതീന്ദ്ര തുറച്ചു നോക്കണ്ട. 8 മണിക്ക് ഇനി 10 മിനിറ്റ് കൂടി ഉണ്ട്. ഇപ്പൊ തന്നെ കാലിയാക്കിയ. നീ പോവില്ല, നീ എങ്ങും പോവില്ല. നിന്നെ വിടില്ലടാ. കുടിക്കാതെ ഓരോന്ന് പറയും, കുടിച്ചു കഴിഞ്ഞാൽ മാറ്റി പറയും. മാറുന്നില്ല, എനിക്ക് പോയേ പറ്റൂ.
മോനെ സതീന്ദ്ര, നീ പോയാ എന്റെ വലത് കൈയും ഇടത് കാലും നഷ്ടപ്പെട്ടതുപോലെയാണ് എനിക്ക്. സത്യമാണ്. നോക്കിയേ, നിന്റെ ഗണപതി ചേട്ടൻ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇതെന്താ ഗണപതി ആചാരം? കൊക്ക് കിടക്കണ പോലെ കിടക്കണ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ശത്രു എത്ര ദുഷ്ടനായാലും ക്രൂരനായാലും വിശക്കുമ്പോ ഭക്ഷണം കൊടുക്കണം, ദാഹിക്കുമ്പോ കുടിവെള്ളം കൊടുക്കണം. കൊടുക്കണതണ്ടി. സത്യത്തിന നീ ശത്രുത മറന്ന് ഗീതൂട്ടിയെ തന്നെ കല്യാണം കഴിക്കണം. എമ്മാടത്തരം പറയുന്നു. വഴിയെ പോയവരൊക്കെ കയറി പ്രേമിച്ച പെണ്ണെ കല്യാണം കഴിക്കാൻ എന്നെ കിട്ടില്ല. അയ്യോ ശ്ശൂ, നീ എങ്ങനെ പറയുന്നത് സതീന്ദ്ര? നീ കൊടുക്കുന്ന ചെളിവെള്ളം പോലെയല്ല, പരിശുദ്ധയാണവൻ. ഞാൻ മോഹിച്ചതല്ലേ ഉള്ളൂ, പ്രേമിച്ചവൻ നീയല്ലേ. വേണമെങ്കിൽ ഇവിടെ താമസിക്കാം, പെണ്ണിനെ കെട്ടുന്ന പ്രശ്നമേ ഇല്ല. അയ്യോ അങ്ങനെ പറയരുത് സതീന്ദ്ര. ഈ ഒരു കാര്യത്തിന് മാത്രം എന്നെ നിർബന്ധിക്കരുത് പ്ലീസ്. അപ്പൊ എന്റെ വലത് കൈയും ഇടത് കാലും നീ കൊടുത്തേ അടങ്ങുമല്ലേടാ? ഇത് കുറെ നേരമായല്ലോ, വലത് കൈയും ഇടത് കാലും. അതെന്താണ്? അത് ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇല്ല, എന്ത് ത്യാഗം സഹിച്ചും ഈ കല്യാണം ഞാൻ നടത്തും. ഈ ഗണപതി നടത്തും. നോക്കോ അമൃത സന്ധ്യയായി പുഴകൾ പുൽകുമാ പ്രണയ ജലധിയൊരു പുഴക കാവ്യമാ.